6 വയസ്സിൻ്റെ ശേഷമാണ് ഞാൻ അങ്ങനെ ആയത്. അതിൻ്റെ ശേഷമാണ് എനിക്ക് ഓപ്പറേഷനുകൾ വന്നത്. ഒന്ന് ഗർഭാത്രത്തിൽ കട്ടിയായിട്ട് എടുത്തു കളഞ്ഞതാണ്, ഒന്ന് അണ്ഡാശയത്തിൽ മുഴ വന്നിട്ട് എടുത്തു കളഞ്ഞതാണ്. അത് രണ്ടും പാലക്കാട് കോപ്പറേറ്റീവ് തന്നെയാണ്. പിന്നെ 2 നെഞ്ഞിൻ്റെ അവിടെ കട്ടി വന്നിട്ട് ദശവന്ന് തൂർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് ഒന്ന് കോപ്പറേറ്റീവ് നിന്നാണ്, ഒന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നാണ്. എനിക്കിങ്ങനെ ബ്ലോക്കിൻ്റെയും കിഡ്നി കംപ്ലൈൻറ്റും ആണ്. ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു കഴിവില്ല. മൂപ്പർക്കാണ് ഒന്നിനും വയ്യ, ശ്വാസം മുട്ടലാണ്, ജോലിക്കൊന്നും പോകാൻ വയ്യ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ. ഇരിക്കാൻ വീടില്ല, വാടകയ്ക്കാണ്. കുട്ടിക്ക് 6 വയസ്സായപ്പോൾ അങ്ങനെ ആയതാണ്, നടക്കാണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നിട്ട് 10-13 കൊല്ലമായി ഞാനിങ്ങനെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നു. 3-4 ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ നിന്ന് തന്നെ കഴിഞ്ഞത്. അവൾക്ക് ജീവിക്കാനും ഒരു വഴിയില്ല, എനിക്ക് എടുത്തുകൊണ്ട് നടക്കാനും വയ്യ, ഒരു വീട് സൗകര്യമില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് നിൽക്കണത്. എന്തെങ്കിലും സഹായം കിട്ടി ഒരു വീട് ഞങ്ങൾക്ക് ജീവിക്കാൻ വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് 10-76 വയസ്സായി. ഇപ്പം എൻ്റെ മാത്രമായി 1700 വെച്ച് കിട്ടുന്നുള്ളൂ. ജീവിക്കാൻ മാർഗമല്ലാണ്ടായി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് ഇപ്പം കഴിയുന്നത്. ഇരിക്കാൻ വീടില്ല. ഈ ഒരു കുട്ടിക്ക് ഓപ്പറേഷൻ വന്നിട്ട് 2-3 സെൻറ്റ് സ്ഥലം ഒരു കോട് കൂടുള്ള വാക്ക് വിറ്റു. ഇപ്പം ആരാൻ്റെ വീട്ടിൽ വാടകയ്ക്കാണ്. ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ട് ജീവിക്കണത്. എവിടേക്ക് പോകാനും വയ്യ, ഭക്ഷണവും വേണ്ട. ഇന്നും കൂടി ഇപ്പോൾ മരുന്ന് വാങ്ങിക്കൊടുന്ന് കിടക്കുക കഴിച്ചിട്ടു. അപ്പം അങ്ങനെയാണ് നമ്മുടെ രീതികളൊക്കെ. എന്താ ചെയ്യും? ഈ പെൻഷൻ്റെ വരുമാനം തന്നെ. പിന്നെ 200 രൂപ എനിക്ക് വരുമാനം ഉണ്ടാകുന്നേ ഉള്ളൂ. എന്താണ് പാത്രം കഴുകാൻ പോകുന്നത്. അതല്ലേ, അതന്നെ മരുന്നിന് കഴിയില്ല മാസം. അല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല.